കിളിയന്തറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെന്നെ അല്പമെങ്കിലും പ്രാപ്തനാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം. വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ വളരെ വലുതാണ്. ഞാൻ MLA എന്ന നിലയിൽ നിരവധി IAS ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു. മന്ത്രി എന്ന നിലയിൽ നിരവധി IAS IPS ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നേരത്തെ വിനോദ് പറഞ്ഞ വിജയൻ IPS എന്നെ വന്ന് കണ്ടു. DGP ഞങ്ങളെ മന്ത്രിമാരെ എല്ലാവരെയും വന്ന് കണ്ടു. ചീഫ് സെക്രട്ടറി ഞങ്ങളെ വന്ന് കാണുന്നു. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലോ കോളേജിൽ എത്തിയപ്പോൾ അത് കോഴിക്കോട് സർവകലാശാലയാണ്. കണ്ണൂർ സർവകലാശാല തുടങ്ങിയിട്ടില്ല. കോഴിക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രതിനിധിയായി സിൻഡിക്കേറ്റ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സിൻഡിക്കേറ്റ് അംഗമായിട്ട് അപ്പൊ എന്നെ അന്ന് കൂട്ടുകാരൻ മന്ത്രി എന്ന് വിളിച്ച്, കാരണം വിദ്യാർത്ഥികളുടെ മന്ത്രിയായിട്ട് വേണം എന്നെ പരിഗണിക്കാൻ. എന്റെ കൂട്ടുകാരൻ ലോ കോളേജിലെ പ്രിൻസിപ്പൽ കോഴിക്കടവിലുള്ള KK മാത്യു ഒക്കെ എന്നെ മന്ത്രി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാൻ മന്ത്രിയാവുമെന്ന് വിചാരിച്ചില്ല. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ആന്റണി ആനക്കല്ലിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M വിനോദ് കുമാർ അധ്യക്ഷനായി. തുടർന്ന് വിജയികളെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ജെയിംസ് ടി മാത്യു, പായം പഞ്ചായത്ത് മെമ്പർ ഡെന്നീസ് മാണി, PTA പ്രസിഡന്റ് മോഹൻദാസ് C, കിളിയന്തറ സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് CA, സ്റ്റാഫ് സെക്രട്ടറി സുനിൽ കുര്യാക്കോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ ടോപ്പർ കുമാരി ദിയ ദിനചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MJ വിനോദ് പരിപാടിക്ക് നന്ദി പറഞ്ഞു.